ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിനയുടെ അവസാനത്തെ ആയത്ത്, അതായത് 13-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ആയത്ത് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ് യഇസൂ മിനൽ ആഖിറതി കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, സത്യവിശ്വാസിനികൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബൈഅത്ത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ശേഷം ഈ ആയത്തിൽ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലസീന ആമനു. ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്നാണ്, അത് മാദിയായ പദമാണ്. ആമനു എന്ന് പറയുമ്പോൾ അവർ വിശ്വസിച്ചു, കുറേ പേര്. അതിൻ്റെ മുമ്പിൽ അല്ലസീന എന്ന് വന്നാൽ, അല്ലസീന എന്നുള്ളത് ബഹുവചന രൂപങ്ങളുടെ മുമ്പിൽ വരുന്ന പദമാണ്. ഏകവചനാണെങ്കിൽ അല്ലസീ എന്നാണ് വരിക, ദ്വിവചനാണെങ്കിൽ അല്ലസാനി എന്ന് വരും. ഇത് ആമനു, അവർ വിശ്വസിച്ചു എന്നാകുമ്പോൾ അല്ലസീന എന്ന ചേർക്കുക. ഇസ്മു മൗസൂല എന്നാണ് അതിന് പറയാം. അങ്ങനെ അല്ലസീന വന്നു കഴിഞ്ഞാൽ അപ്പോൾ അർത്ഥം, അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായ. അപ്പോൾ അല്ലസീന ആമനു, വിശ്വസിച്ചവർ, വിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്നർത്ഥം കിട്ടും. അതിൻ്റെ മുമ്പിൽ യാ അയ്യുഹ എന്നുണ്ട്. ഈ യാ അയ്യുഹ എന്നുള്ള പദപ്രയോഗം വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. യാ അയ്യുഹല്ലസീന ആമനു എന്ന് വരുമ്പോൾ സത്യവിശ്വാസികളെ എന്നായി മാറും. വെറും അല്ലസീന ആമനു എന്ന് പറയുമ്പോൾ വിശ്വാസികൾ, സത്യവിശ്വാസികൾ, അല്ലെങ്കിൽ വിശ്വസിച്ചവരായ ഒരു കൂട്ടർ. അപ്പോൾ സത്യവിശ്വാസികൾ എന്നുള്ളതിൻ്റെ മുമ്പിൽ യാ അയ്യുഹ എന്ന് ചേരുമ്പോൾ സത്യവിശ്വാസികളെ എന്നായി മാറും. ലാ തതവല്ലൗ. തവല്ല എന്ന് പറഞ്ഞാൽ മൈത്രി ബന്ധം സ്ഥാപിച്ചു, സ്നേഹബന്ധം സ്ഥാപിച്ചു, സ്നേഹബന്ധം പുലർത്തി എന്നൊക്കെയാണ്. തവല്ല അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. അതിൻ്റെ മുളാരി, അതായത് വർത്തമാനകാല ക്രിയ അല്ലെങ്കിൽ ഭാവികാല ക്രിയ, യതവല്ല, തതവല്ല എന്നൊക്കെയാണ്. യതവല്ല എന്ന് പറഞ്ഞാൽ അവൻ മൈത്രിബന്ധം സ്ഥാപിക്കുന്നു, അവൻ മൈത്രിബന്ധം സ്ഥാപിക്കും. തതവല്ല എന്നാവുമ്പോൾ നീ മൈത്രിബന്ധം സ്ഥാപിക്കുന്നു, നീ മൈത്രിബന്ധം സ്ഥാപിക്കും. അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ തതവല്ലൗന. തതവല്ലൗന എന്ന് പറയുമ്പോൾ നിങ്ങൾ, കുറേ പേരുണ്ട്, നിങ്ങൾ സ്നേഹബന്ധം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹബന്ധം സ്ഥാപിക്കും, നിങ്ങൾ മൈത്രിബന്ധം സ്ഥാപിക്കുന്നു. മൈത്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, മൈത്രി എന്ന് പറഞ്ഞാൽ ആ ഒരു തമ്മിലുള്ള അടുപ്പം അല്ലെങ്കിൽ സ്നേഹബന്ധത്തിനാണ് മൈത്രി എന്ന് പറയാം. പരസ്പരം നല്ല മൈത്രിയിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹത്തോടു കൂടി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം പങ്കുവെച്ച് ആ തരത്തിൽ ഏറ്റവും നല്ല സൗഹാർദ്ദത്തിൽ കഴിയുന്നതിനെയാണ് മൈത്രി എന്ന് പറയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ തതവല്ലൗന, നിങ്ങൾ മൈത്രി ബന്ധം സ്ഥാപിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലാ എന്നുള്ള ഹർഫ് നഹി വന്നു, അതായത് അരുത് എന്നുള്ള അർത്ഥം കൊടുക്കാൻ. ലാ തതവല്ലൗ, നിങ്ങൾ മൈത്രി ബന്ധം സ്ഥാപിക്കരുത്, നിങ്ങൾ മൈത്രി ബന്ധം ഉണ്ടാക്കരുത്. ആരോട്? ഖൗമൻ, ഒരു ജനതയോട്. ഖൗം എന്ന് പറഞ്ഞാൽ ജനത. ഖൗമൻ, ഒരു ജനതയോട്. ആ ജനതയുടെ പ്രത്യേകത എന്താണ്? ഗളിബല്ലാഹു. ഗളിബ എന്ന് പറഞ്ഞാൽ കോപിച്ചു. ഗളിബല്ലാഹു, അള്ളാഹു കോപിച്ചു. അപ്പോൾ അള്ളാഹു കോപിച്ച ആ ഒരു ജനതയോട്. അലൈഹിം, അവരുടെ മേൽ. ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ കോപിച്ചു. ഖദ് യഇസൂ. ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നർത്ഥമുണ്ട്, ഏറെക്കുറെ എന്നുള്ള അർത്ഥമുണ്ട്. ഒരു മാദിയായ പദത്തിൻ്റെ മുമ്പിൽ ഖദ് എന്ന് വന്നാൽ തീർച്ചയായും എന്നുള്ള അർത്ഥം കിട്ടുക. ഇവിടെ യഇസൂ എന്ന് പറയുമ്പോൾ അത് മാദിയാണ്. യഇസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ടു എന്നാണ്. യഇസൂ, അവർ നിരാശപ്പെട്ടു. അതിൻ്റെ മുമ്പിലാണ് ഖദ് എന്ന് വന്നത്. ഖദ് യഇസൂ, തീർച്ചയായും അവർ നിരാശപ്പെട്ടിരിക്കുന്നു. ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. യഇസൂ, അവർ നിരാശപ്പെട്ടു അല്ലെങ്കിൽ അവർ നിരാശപ്പെട്ടിരിക്കുന്നു. ഖദ് യഇസു,
തീർച്ചയായും അവർ നിരാശപ്പെട്ടിരിക്കുന്നു. മിനൽ ആഖിറത്തി, ഇവിടെ മിൻ എന്നുള്ളതിന് അതിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് എന്നുള്ള അർത്ഥം കൊടുക്കാം, അതിനെപ്പറ്റി. മിനൽ ആഖിറത്തി, ആഖിറത്തിനെ സംബന്ധിച്ച്, പരലോകത്തെ സംബന്ധിച്ച്. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകം, പരലോകത്തെ സംബന്ധിച്ച്. കമാ യ ഇസ, കമാ എന്ന് പറഞ്ഞാൽ പോലെ, ഏതുപോലെ? യ ഇസ, നിരാശപ്പെട്ടു. അപ്പോൾ കമാ യ ഇസ, നിരാശപ്പെട്ടതുപോലെ. ആര്? അൽ കുഫാറു, കാഫിർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കുഫാർ, സത്യനിഷേധികൾ അല്ലെങ്കിൽ അവിശ്വാസികൾ. അപ്പോൾ അവിശ്വാസികൾ നിരാശപ്പെട്ടതുപോലെ, സത്യനിഷേധികൾ നിരാശപ്പെട്ടതുപോലെ. മിൻ അസ്ഹാബിൽ ഖുബൂർ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്നുള്ള അർത്ഥമുണ്ട്, അതിനെപ്പറ്റി എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ രണ്ടർത്ഥവും യോജിക്കും. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ, അതിൻ്റെ ആളുകൾ. അസ്ഹാബിൽ ഖുബൂർ, ഖബറിൻ്റെ ബഹുവചനമാണ് ഖുബൂർ. ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബറുകൾ. അപ്പോൾ അസ്ഹാബിൽ ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബറുകളുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖബർ വാസികൾ, ഖബറാളികൾ അല്ലെങ്കിൽ ഖബറുകളിൽ ഉള്ളവർ. അപ്പോൾ മിൻ അസ്ഹാബിൽ ഖുബൂർ എന്ന് പറയുമ്പോൾ ഖബറുകളിൽ ഉള്ളവരെ പറ്റി അല്ലെങ്കിൽ ഖബറുകളിൽ ഉള്ള ആളുകളിൽപ്പെട്ട. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തതവല്ലു ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, സത്യവിശ്വാസികളെ, അള്ളാഹു ആരുടെ മേലാണോ കോപിച്ചത് ആ ജനതയുമായി നിങ്ങൾ മൈത്രിബന്ധം സ്ഥാപിക്കരുത്. ഖദ് യഇസു മിനൽ ആഖിറത്തി, അവർ പരലോകത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടിരിക്കുന്നു, തീർച്ചയായും അവർ പരലോകത്തെക്കുറിച്ച് നിരാശപ്പെട്ടിരിക്കുന്നു. കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറിലുള്ളവരെ പറ്റി അവിശ്വാസികൾ നിരാശപ്പെട്ടതുപോലെ. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അള്ളാഹു സത്യവിശ്വാസികളോട് പറയാണ്, ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു ആരുടെ മേലാണോ കോപിച്ചത് അവരുമായി നിങ്ങൾ മൈത്രിബന്ധം സ്ഥാപിക്കരുത്. ഇവിടെ അള്ളാഹു കോപിച്ചവർ എന്നുള്ളതിനെ രണ്ട് രൂപത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, സൂറത്തുൽ ഫാത്തിഹയൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്നുള്ളതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ കോപം വന്ന ആളുകൾ, അള്ളാഹു കോപിച്ചവർ എന്നുള്ളത് യഹൂദരെ പറ്റിയാണ് പല സ്ഥലങ്ങളിലും പറയാറുള്ളത്. അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ ഗളിബല്ലാഹു അലൈഹിം എന്നുള്ള ആ ഒരു കാര്യം പറയുന്നത്, ആ ജനതയെപ്പറ്റി പറയുന്നത്, അത് യഹൂദരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഹൂദരുമായി എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയ അല്ലെങ്കിൽ അള്ളാഹു കോപിച്ച ജനതയുമായി മൈത്രിബന്ധം സ്ഥാപിക്കരുത്. അർത്ഥം ഉദ്ദേശിക്കുന്നത് യഹൂദരുമായി നിങ്ങൾ മൈത്രിബന്ധം സ്ഥാപിക്കരുത് എന്നതാണ് ഒരു വിശദീകരണം. മറ്റൊരു വിശദീകരണം, അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയ ജനത എന്നുള്ളത് എല്ലാ അവിശ്വാസികൾക്കും ഒന്നിച്ചുള്ള കാര്യമാണ്, അത് വെറും യഹൂദരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് രണ്ടാമത്തെ ഒരു അഭിപ്രായമുണ്ട്. രണ്ടഭിപ്രായമാണെങ്കിലും ഇവിടെ ആയത്തിൻ്റെ ആശയം വ്യക്തമാണ്. ശരി, അവരുമായി നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്? അവരുമായി നിങ്ങൾ ലാ തതവല്ലൗ, നിങ്ങൾ മൈത്രി ബന്ധം സ്ഥാപിക്കരുത്. നമ്മൾ ഈ ഒരു സൂറത്തിൻ്റെ ആദ്യ ആയത്തുകൾ വിശദീകരിച്ച സമയത്ത് ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സൂറത്ത് അവസാനിക്കുമ്പോഴും ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അവരുമായി എല്ലാം പങ്കുവെക്കുന്ന, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും, ഈ ഇസ്ലാമിൻ്റെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ അവരുമായി ഏറ്റവും അടുത്ത ബന്ധം നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുമായി എല്ലാം പങ്കുവെക്കുന്ന തരത്തിലുള്ള അടുത്ത ബന്ധം, അങ്ങനെയുള്ള ബന്ധം അവരുമായി നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയും. ഈ ആയത്ത് ഇറങ്ങാനുള്ളൊരു പശ്ചാത്തലമുണ്ട്. മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള പല സ്വഹാബിമാർക്കും ഈ യഹൂദരുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകും. കാരണം അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ പല കാര്യങ്ങളും ഇവരങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അതൊക്കെ പിന്നീട് ഇസ്ലാമിന് ഒരുപാട് പ്രയാസങ്ങൾ വരുത്തി വെക്കും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അവരുമായിട്ട് മൈത്രി ബന്ധം ഉണ്ടാക്കാൻ പാടില്ല. അള്ളാഹു കോപിച്ച ആ ഒരു ജനതയുമായിട്ട് നിങ്ങൾ മൈത്രി ബന്ധം സ്ഥാപിക്കരുത്. എന്നിട്ട് അള്ളാഹു അവരെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്, ആ ജനതയുടെ പ്രത്യേകത.
ഖദ് യഇസൂ, അവർ നിരാശപ്പെട്ടവരാണ്, അവർ നിരാശപ്പെട്ടിട്ടുണ്ട്. മിനൽ ആഖിറത്തി, പരലോകത്തെപ്പറ്റി അവർ നിരാശപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെയാണ് അവർ നിരാശപ്പെട്ടത്? കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറിലുള്ളവരെപ്പറ്റി അവിശ്വാസികൾ നിരാശപ്പെട്ടതുപോലെ. ഇവിടെ ഒരു വിശദീകരണം ആവശ്യമുണ്ടാവും. ഇതിനെ 2-3 തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അവിശ്വാസികൾ ഖബറിലുള്ള ആളുകളെപ്പറ്റി ആശ മുറിഞ്ഞവരാണ്, നിരാശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അവരെ ഇനി തിരിച്ചു കിട്ടൂല, അവർ പോയി, ഇനി അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവിശ്വാസികൾക്ക് ഖബറിലുള്ളവരെ പറ്റി ആശ മുറിഞ്ഞതുപോലെ, കാരണം ഇനിയൊരു പരലോകത്തിൽ പോലും വിശ്വാസമില്ലാത്തവരല്ലേ, അപ്പോൾ പരലോകത്ത് വെച്ച് പോലും കണ്ടുമുട്ടാൻ യാതൊരു വകുപ്പും ഇല്ല എന്നാണ് അവരുടെ വിശ്വാസം. മരിച്ചതോടുകൂടി എല്ലാം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഖബറിലുള്ള ആളുകളെപ്പറ്റി അവിശ്വാസികൾക്ക് എല്ലാ ആശയും മുറിഞ്ഞതുപോലെ അവിശ്വാസികൾക്ക് പരലോകത്തെപ്പറ്റിയും ആശ മുറിഞ്ഞവരാണ്. ഇവിടെ നമ്മൾ ഗളിബല്ലാഹു അലൈഹിം എന്നുള്ളതിന് എല്ലാ അവിശ്വാസികളും എന്നർത്ഥം കൊടുക്കുകയാണെങ്കിൽ അർത്ഥം, അതിൻ്റെ വിശദീകരണം വരെ എങ്ങനെയാണ്? അതായത് അവിശ്വാസികൾക്ക് ഖബറിലുള്ള ആളുകളെപ്പറ്റി ആശ മുറിഞ്ഞിട്ടുള്ളത് പോലെ പരലോകത്തെപ്പറ്റിയും അവർക്ക് ആശ മുറിഞ്ഞിട്ടുണ്ട്. ഖബറിലുള്ള ആളുകൾ പോയി, ഇനി അവരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല, ഒന്നുമില്ല, അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പോയി. അതേപോലെ പരലോകത്തെപ്പറ്റിയും അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല, അങ്ങനെ ഒരു പരലോകം ഉണ്ടെന്ന് അവർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് പരലോകത്തെപ്പറ്റിയും അവർ ആശ മുറിഞ്ഞവരാ. പരലോകത്ത് എന്തെങ്കിലും കിട്ടുമെന്നോ അവിടെ എന്തെങ്കിലും ഗുണം ലഭിക്കുന്നോ ഇങ്ങനെയുള്ള യാതൊരു വിശ്വാസവും അവർക്കില്ല. ഇതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തത്, അവിടെ ഗളിബല്ലാഹു അലൈഹിം എന്നുള്ളതിന് യഹൂദർ എന്നുള്ള ഉദ്ദേശത്തിൽ പറയുകയാണെങ്കിൽ അവിശ്വാസികൾ ഖബറിലുള്ള ആളുകളെപ്പറ്റി ആശ മുറിഞ്ഞിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് ഖബറിലുള്ള ആളുകളെപ്പറ്റി ആശ മുറിഞ്ഞിട്ടുള്ളത് പോലെ യഹൂദർക്ക് പരലോകത്തെപ്പറ്റി ആശ മുറിഞ്ഞിട്ടുണ്ട്. ഖബറിലുള്ള ആളുകളെപ്പറ്റി അവിശ്വാസികൾക്ക് ആശ മുറിഞ്ഞിട്ടുള്ളത് പോലെ യഹൂദർക്ക് പരലോകത്തെപ്പറ്റി ആശ മുറിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ യഹൂദർ പരലോക നിഷേധികളൊന്നുമല്ല. പരലോകം ഉണ്ട് എന്നൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ അവരുടെ തെറ്റായ ജീവിതം കാരണം, അവരുടെ തോന്നിയവാസം കാരണം അവർക്കിനി പരലോകത്ത് എന്തെങ്കിലും കിട്ടുമെന്നൊന്നും അവർക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ അവർ നിരാശപ്പെട്ടവർ, ആശ മുറിഞ്ഞവരാണ്. അപ്പോൾ ഈ ഒരു അവിശ്വാസികൾ ഖബറിലുള്ള ആളുകളെപ്പറ്റി ആശ മുറിഞ്ഞിട്ടുള്ളത് പോലെ യഹൂദർ പരലോകത്തെപ്പറ്റി ആശ മുറിഞ്ഞവരാണ്. അതാണ് രണ്ടാമത്തെ ഒരു വിശദീകരണം. ഇനി മൂന്നാമത്തെ ഒരു വിശദീകരണം, ഖബറിലുള്ള അവിശ്വാസികളായ ആളുകൾക്ക് ആശ മുറിഞ്ഞിട്ടുള്ളത് പോലെ, ആശ നഷ്ടപ്പെട്ടതുപോലെ, നിരാശപ്പെട്ടതുപോലെ മറ്റ് അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയ ആളുകൾക്കും പരലോകത്തെപ്പറ്റി ആശ മുറിഞ്ഞിട്ടുണ്ട്. ഖബറിലുള്ള ആളുകൾക്ക് ആശ മുറിഞ്ഞിട്ടുള്ളത് പോലെ, അതായത് ഖബറിലുള്ള അവിശ്വാസികളായ ആളുകൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഇവിടെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇനി ഇസ്ലാം മതത്തിലേക്ക് വന്നാലൊക്കെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ മരിച്ചു പോയ ആളുകൾ, ഖബറിലുള്ള ആളുകളെപ്പറ്റി അവർക്ക് എല്ലാ ആശയും മുറിഞ്ഞു. അപ്പോൾ ഖബറിലുള്ള അവിശ്വാസികളായ ആളുകൾക്ക് ആശ മുറിഞ്ഞിട്ടുള്ളത് പോലെ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയ ആളുകൾക്കും ആശ മുറിഞ്ഞിട്ടുണ്ട്, പരലോകത്തെപ്പറ്റി ആശ മുറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2-3 തരത്തിൽ ഈ ഒരു ആയത്തിൻ്റെ ഭാഗം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹ എന്നുള്ള സ്ഥലത്ത് മദ്ദും ഹംസയും, നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നിട്ടുണ്ട് വ്യത്യസ്ത പദങ്ങളിൽ. യാ എന്നുള്ളിടത്ത് നീട്ടൽ വന്നു, അയ്യുഹ എന്നുള്ളിടത്ത് ഹംസ വന്നു. അപ്പോൾ മദ്ദും ഹംസയും അല്ലെങ്കിൽ നീട്ടലും ഹംസയും അടുത്തടുത്താണ്, വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. യാ അയ്യുഹ, അയ്യുഹ എന്നുള്ളിടത്ത് ശരിക്ക് ഹാ എന്നുള്ളതിനൊരു നീട്ടലുണ്ട്. പക്ഷേ അതിന് ശേഷം വരുന്നത് അല്ലസീന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഒരു ഹംസത്തു വസ്സിലാണ്. നീട്ടലിന് ശേഷം അല്ലെങ്കിൽ മദ്ദിന് ശേഷം ഹംസത്തു വസ്സിൽ വന്നാൽ ആ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ അയ്യുഹ എന്നുള്ള നീട്ടൽ നഷ്ടപ്പെടും, കാരണം അതിനുശേഷം ഹംസത്തു വസ്സിൽ വന്നു. അപ്പോൾ യാ അയ്യുഹ എന്നേ പറയുള്ളൂ. യാ അയ്യുഹല്ലസീന ആമനു ലാ തതവല്ലൗ ഖൗമൻ, അവിടെ തെൻവീന് വന്നു, ഖൗമൻ. അതിനുശേഷം ഗൈനാണ്. ഗൈനിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കണം, ആ നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പോൾ ഖൗമൻ, ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം. ഖദ് എന്നുള്ളിടത്ത് ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, തൊട്ട് വെച്ച് പോയാൽ പോരാ. ഖദ്, ദ് എന്നുള്ളത് വെളിവായി കേൾക്കണം. ഖദ് യഇസു മിനൽ ആഖിറത്തി. അവിടെ മിനൽ ആഖിറത്തി എന്നുള്ളിടത്ത് നോക്കൂ, ആഖിറത്തി എന്നാണ് എഴുതിയിട്ടുണ്ടാവുക.
അവിടെ നീട്ടാനൊന്നും ഒന്നുമില്ലാന്ന് തോന്നിപ്പോകും. പക്ഷേ അതാണ് ഉസ്മാനി ലിപിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ആഖിറത്തി എന്ന് വായിക്കണം, അഖിറത്തി എന്നല്ല. കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബി, അവിടെ മിൻ നൂനിന് സുക്കൂന് വന്നു, അതിനുശേഷം ഹംസയാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ വന്നാൽ അവിടെയും ഇൽഹാറാണ് നിയമം, വെളിവാക്കണം, ആ നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖുബൂർ എന്നുള്ളതിൻ്റെ അവസാനത്തെ റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലായിട്ട് മാറും. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ് യഇസൂ മിനൽ ആഖിറതി കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. ഇനി ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലസീന ആമനു ലാ തത്തവല്ലൗ, ലാ തത്തവല്ലൗ എന്നുള്ളിടത്ത് ശരിക്ക് തത്തവല്ലൗന എന്നാണ് മുളാരി ബഹുവചന രൂപം. തവല്ല എന്നുള്ളത് മാലി, യത്തവല്ല, തത്തവല്ല ഇതൊക്കെയാണ് മുളാരി. അതിൻ്റെ ബഹുവചന രൂപം, മുളാരിയുടെ ബഹുവചന രൂപം യത്തവല്ലൗന, തത്തവല്ലൗന എന്നാണ്. ഇവിടെ തത്തവല്ലൗന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ആ തുടക്കത്തിൽ ലാമ് വന്നതാണ്. ലാ തത്തവല്ലൗന എന്ന് പറയില്ല. അത് അരുത് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ലാമാണെങ്കിൽ അതിനെ ഹർഫ് നഹി എന്നാണ് പറയുക. ആ ലാമിനെ നഹീൻ്റെ ലാം എന്നാണ് പറയുക, അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തക്തുബു എന്ന് പറഞ്ഞാൽ നീ എഴുതുന്നു എന്നാണല്ലോ. അതിൻ്റെ മുമ്പിൽ ലാ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാ തക്തുബ് എന്നാ വരിക. ജസ്മ് കിട്ടുക എന്നാണ് പറയുക. ജസ്മ് കൊടുക്കുമ്പോൾ സാധാരണ മുളാരി ഏകവചനമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ സുക്കൂന് കൊടുക്കും. പക്ഷേ ബഹുവചന രൂപത്തിലുള്ള മുളാരികൾ വന്നാൽ അതിൻ്റെ അവസാനത്തെ നൂനിനെ കളയാ ചെയ്യാം. അപ്പോൾ ലാ തത്തവല്ലൗന എന്നുള്ളത് ലാ തത്തവല്ലൗ എന്നായി മാറി. ആ തത്തവല്ലൗന എന്നുള്ളതിന് ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ നൂനിനെ മാറ്റിയത്. ജസ്മ് കൊടുക്കേണ്ട കാരണം ലാമ് വന്നു, അത് ഹറഫ് നഹിയാണ്, അരുത് എന്നുള്ള രൂപത്തിലുള്ള ലാമ് അവിടെ വന്നു. ഇനി ഖൗമൻ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്. ലാ തത്തവല്ലൗ, നിങ്ങൾ മൈത്രി ബന്ധം ഉണ്ടാക്കരുത്. ആരുമായിട്ട്? ഖൗമൻ, ഒരു ജനതയുമായിട്ട്. അപ്പോൾ അത് മഫ്ഊലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് ഫതഹ് തൻവീൻ ഇട്ടത്. നെസ്ബിൻ്റെ അടയാളം വെറും ഫത്തഹോ ഫതഹ് തൻവീനൊന്നും അല്ല. ഏറ്റവും കൂടുതൽ അങ്ങനെയാണെങ്കിലും അതല്ലാത്ത രൂപത്തിലൊക്കെ നെസ്ബ് കാണിക്കും. അപ്പോൾ ഇവിടെ ഫതഹ് തൻവീൻ കൊണ്ടാണ് ആ ഒരു നെസ്ബിനെ കാണിച്ചത്. ഗളിബല്ലാഹു, ഗളിബ എന്നുള്ളത് മാലിയായൊരു പദമാണ്, കോപിച്ചു എന്നർത്ഥം. ആരാണ് കോപിച്ചത്? അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്നുള്ളത് അവിടെ ഫായിലാണ്. അവിടെ നമ്മളത് ലഫ്ദുൽ ജലാല എന്നാണ് പറയാം ഫായിലിനെ. അതിന് റഫ് ആയിരിക്കും ഉണ്ടാവുക. ഫായിലിൻ്റെ സ്ഥാനത്ത് വരുന്ന ഏതൊരു പദത്തിനും റഫ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് അള്ളാഹു എന്നെഴുതിയത്. അലൈഹിം ഖദ് യഇസു മിനൽ ആഖിറത്തി, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ടാണ് മിനൽ ആഖിറത്തി അവസാനത്തിൽ കസ്റിടാൻ കാരണം. മിൻ വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. സാധാരണഗതിയിൽ കസ്റുണ്ടോ കസ്ർ തൻവീനുണ്ടോ, എപ്പോഴും അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ മിനൽ ആഖിറത്തി അവസാനത്തിൽ കസ്ർ കിട്ടാൻ കാരണം മിൻ വന്നതുകൊണ്ടാണ്. കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബി, ഇവിടെ മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്, സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ടാണ് അസ്ഹാബു എന്ന് പറയാതെ അസ്ഹാബി എന്നെഴുതിയത്, മിൻ വന്നതുകൊണ്ട്. ഇനി അസ്ഹാബുൽ ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബർവാസികൾ, ഖബറിലെ ആളുകൾ. അങ്ങനെ പറയുമ്പോൾ അസ്ഹാബുൽ ഖുബൂർ എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ മറ്റൊന്ന്, അല്ലെങ്കിൽ ഖബറിലെ ആളുകൾ, ഖബറിൻ്റെ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അസ്ഹാബ് എന്നുള്ളത് മുലാഫാണ്, ഖുബൂർ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ടാണ് ഖുബൂരി എന്നെഴുതിയത്. അവസാനത്തിൽ കസ്ർ കൊടുക്കാനുള്ള കാരണം അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. എന്നാൽ മുലാഫിന് എന്താണ് കിട്ടുക എന്നുള്ളത് അത് എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ച് മാറും. ഇപ്പോൾ മിൻ എന്നുള്ളതിന് ശേഷം വന്നതായതുകൊണ്ട് അസ്ഹാബു എന്ന് പറയില്ല, അസ്ഹാബി എന്നാണ് പറയാം. അവിടെ മിൻ ഇല്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ നമ്മളോട് ഖബറിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഖബർവാസികൾ, ഖബറിലെ ആളുകൾ എന്ന് പറയാൻ പറഞ്ഞാൽ അസ്ഹാബുൽ ഖുബൂർ എന്നാണ് പറയേണ്ടത്. എന്നാൽ അതിൻ്റെ മുമ്പിൽ മിൻ വന്നാൽ മിൻ അസ്ഹാബു എന്ന് പറയില്ല, മിൻ അസ്ഹാബി എന്നാവും. അപ്പോൾ അസ്ഹാബ് എന്നുള്ള പദം അത് മുലാഫാണല്ലോ, അതിൻ്റെ ഇറാബ് അതിരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.